ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഡിസൈൻ വൈ ലേണിംഗ്. സോ 7ാം ക്ലാസ്സിലെ മാത്സിലെ ഡെസിമൽസ് എന്ന ചാപ്റ്റർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്നെ സംശയിക്കുക, നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ആക്കിയെന്ന് കരുതുന്നു. ഇനി ആരെയും രജിസ്റ്റർ ആക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ആക്കുക. താഴെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ടാകും. സോ സമയം കളയുന്നില്ല, നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റിനകത്തോട്ട് പോകാം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വായിച്ച് നോക്കാം. സോ എ ഫാൻ റൊട്ടേറ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 12.35 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിനകത്ത് 12.35 റൊട്ടേഷൻസ് എന്നുണ്ട് ഒരു ഫാന് കിടന്ന് കറങ്ങുന്നുണ്ട്. ഇഫ് ദ സ്പീഡ് ഓഫ് റെഗുലേറ്റർ എന്താ, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ്, ഓക്കെ, ഈസ് അഡ്ജസ്റ്റഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഫാൻ 3.5 ടൈംസ്. ഫാനിന്റെ സ്പീഡ് 3.5 ടൈംസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി റെഗുലേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല, ബാക്കി ഫൈൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ മിനിറ്റ് ഓഫ് ദ ഫാൻ. അങ്ങനെയാണെങ്കിൽ ഫാന് ഇപ്പോൾ എത്ര സ്പീഡിലായിരിക്കും, അതല്ലെങ്കിൽ എത്ര റൊട്ടേഷൻ ആയിരിക്കും തരുന്നത് ഒരു മിനിറ്റിനകത്ത്? അപ്പൊ ഇനീഷ്യലി 12.35 റൊട്ടേഷൻസ് ആയിരുന്നു ഒരു മിനിറ്റിനകത്ത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 3.5 ടൈംസ് ആക്കി. എന്ത്, ഇനീഷ്യൽ സ്പീഡിന്റെ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിനകത്ത് എത്ര റൊട്ടേഷൻ? ഇതാണ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വരേണ്ടതുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് 1 മിനിറ്റ് എന്താണ് 12.35 റൊട്ടേഷൻ ആയിരുന്നല്ലോ. ഇതാണല്ലോ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഞാൻ ഇതിനെ തിരിച്ച് എഴുതാൻ പോണ്. എങ്ങനെ? 12.35 റൊട്ടേഷൻ ഇൻ 1 മിനിറ്റ്. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. റെഡിയാണല്ലോ? റെഡിയാണ്. സോ ഇനി ക്വസ്റ്റ്യനകത്ത് എന്ത് പറഞ്ഞു? സ്പീഡ് 3 ടൈംസ് ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ നോബ് തിരിച്ചത്, അഥവാ റെഗുലേറ്റർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളതിന്റെ 3 ടൈംസ് ആണല്ലോ. അങ്ങനെയാണല്ല 12.35 ഇൻറ്റു 3.5 ആയിരിക്കില്ലേ ഇപ്പോൾ 1 മിനിറ്റ്? അല്ലേടാ? ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ്. ഓക്കെ, റെഡിയാണല്ലോ? അഡ്ജസ്റ്റ് ആക്കിയതിന് ശേഷം അഡ്ജസ്റ്റ് ആക്കിയതിന് ശേഷം 12.35 ആയിരിക്കുമല്ലോ. ഇനീഷ്യലി 12.35 ആയിരുന്നു. അതിന്റെ 3.5 ടൈംസ് സ്പീഡ് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ നോബ് തിരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള സ്പീഡ് എത്ര ആയിരിക്കും? 12.35 ഇൻറ്റു 3.5 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇനി ആർക്കെങ്കിലും ഡെസിമൽ മൾട്ടിപ്ലിക്കേഷനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. സോ 12.35 ഉണ്ട് ഇൻറ്റു 3.5 ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ ഡെസിമൽസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് 12.35നെയും 3.5നെ 35 ആക്കിയിട്ട് നിങ്ങൾ നോർമലി എങ്ങനെയാണോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. സോ നോക്കാം. അപ്പൊ ഇവിടെ 5 ഇൻറ്റു 5 എന്താണ്? 25 ആണ്. ഇവിടെ ഞാൻ 2 എഴുതുന്നു. 5 ഇൻറ്റു 3 15 ആണ്. 15 പ്ലസ് 2 ഈസ് ആക്ച്വലി 17. അതും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 5 ഇൻറ്റു 2 10 ആണ്. 10 പ്ലസ് 1 11 ആണ്. അതും എഴുതി. ആൻഡ് 5 ഇൻറ്റു 1 5 ആണ്. അതിനകത്തോട്ട് 1 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 6 കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ആൻഡ് 3 ഇൻറ്റു 5 15. 1 ഇവിടെ എഴുതി. 3 ഇൻറ്റു 3 9 ആണ്. 9 പ്ലസ് 1 ഈസ് ആക്ച്വലി 10. അതും എഴുതി. ആൻഡ് 3 ഇൻറ്റു 2 ഈസ് 6. 6 പ്ലസ് 1 ഈസ് 7. ആൻഡ് ദെൻ 3. റെഡിയാണല്ലോ? 7 പ്ലസ് 5 ഈസ് ആക്ച്വലി 12. ആൻഡ് ഇവിടെ 1 1 2 ആണ്. 6 പ്ലസ് 7 ഈസ് 13. ആൻഡ് ഇവിടെ 3 1 4. ഇപ്പോൾ എന്ത് കിട്ടി? 4 3 2 2 5. ഇതാണ് നിങ്ങളുടെ ആൻസർ വന്നത്. കഴിഞ്ഞില്ല. കാരണം നമ്മൾ 12.35നെ 1235 എന്നാക്കി മാറ്റിയായിരുന്നല്ലോ. ഡെസിമൽസ് എല്ലാം കളഞ്ഞായിരുന്നു. സോ ഇനീഷ്യലി ഇവിടെ 2 ഡെസിമൽസ് ഉണ്ടായിരുന്നു. ആൻഡ് 3.5നകത്തും 1 ഡെസിമൽ ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ടോട്ടൽ ഇനീഷ്യലി 3 ഡെസിമൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ ആൻസറിനകത്തും 3 ഡെസിമൽ പോയിന്റ്സ് വേണം. സോ അപ്പോൾ നിങ്ങളുടെ ആൻസർ ഇങ്ങനെ ആയിരിക്കും, 43.2225. മനസ്സിലായല്ലോ? 43.225. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ? 43.225 റൊട്ടേഷൻ പെർ മിനിറ്റ് കിട്ടിയല്ലോ. അപ്പൊ ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനീഷ്യലി 12.35 റൊട്ടേഷൻ ആയിരുന്നു.
3.5 ടൈംസ് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്റർ തിരിച്ചു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിനകത്ത് എത്ര റൊട്ടേഷൻ വരും എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ നമ്മൾ എന്ത് ചെയ്തു, 12.35നെ 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾ ആദ്യം ഡെസിമൽ ഇല്ല എന്ന് കരുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്വസ്റ്റിനകത്ത് എത്ര ഡെസിമൽ ആയിരുന്നു ഇനീഷ്യൽ ഉണ്ടായിരുന്നത്, അത്ര ഡെസിമൽ ആൻസറിനകത്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ 43.225 ആൻസർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് മൂവ് ഓൺ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ മോട്ടോർ ബൈക്ക് ഗോസ് 67.33 കിലോമീറ്റർ ഇൻ 1 ലിറ്റർ ഓഫ് പെട്രോൾ. 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 67.33 കിലോമീറ്റർ എന്ത് ചെയ്യും, നിങ്ങളുടെ മോട്ടോർ ബൈക്ക് മുന്നോട്ട് പോകും. ആൻഡ് വാട്ട് ഡിസ്റ്റൻസ് വുഡ് ദ ബൈക്ക് ഗോ ഇൻ 3.25 ലിറ്റർ ഓഫ് പെട്രോൾ. അങ്ങനെയാണെങ്കിൽ 3.25 ലിറ്റർ പെട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് പോകാം. സോ ക്വസ്റ്റിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 1 ലിറ്ററിന് 67.33 ആണ്. അങ്ങനെയാണെങ്കിൽ 3.25 എത്രയായിരിക്കും, 1ന് 67.33 ആണല്ലോ, അപ്പോൾ 2നായിരിക്കും. 2 ലിറ്റർ ആണെങ്കിൽ 67.33 പ്ലസ് 67.33 അഥവാ 2 × 67.33. അങ്ങനെയാണെങ്കിൽ 3.25 ആണെങ്കിൽ 67.33 × 3.25 ഇവിടെ എഴുതിയിട്ട് കാണിച്ചു തരാം. സോ 1 ലിറ്റർ കറസ്പോണ്ടിങ് ആയിട്ട് 67.33 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെയാണേല 3.25 ആണെങ്കിൽ 1 ലിറ്ററിന് 3.25 ആണെങ്കിൽ എന്താ 3.25 ടൈംസ് ആണല്ലോ. സോ ഞാൻ ഇവിടെ 3.25 × 1 എന്ന് എഴുതുന്നു, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലെഫ്റ്റിൽ എന്തോ ഓപ്പറേഷൻ ആണോ ചെയ്ത്, അതേ ഓപ്പറേഷൻ റൈറ്റിലും ചെയ്യണം, അത്രേ ഉള്ളൂ. 3.25 × 67.33. സോ 3.25 ലിറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 3.25 × 67.33 കിലോമീറ്റർ. സോ നിങ്ങൾ 3.25 × 67.33 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. സോ 67.33 × 3.25 എന്ത് ചെയ്യണം, ഡെസിമൽസ് ഇല്ല എന്ന് ആദ്യം വിചാരിക്കുക. എന്നിട്ട് നോർമലി നിങ്ങൾ എങ്ങനെയാണോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. ഫൈനൽ ആൻസറിന് എത്ര ഡെസിമലാണ് വേണ്ടത് അത് ഇട്ട് കൊടുക്കുക. സോ നോക്കാം, ഞാൻ 67.33നെ 6733 എന്ന് എഴുതുന്നു. ആൻഡ് 3.25നെ 325 എന്നും എഴുതുന്നു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. സോ 5 × 3 is actually 15. 3 × 5 15 ആണ്, 1 ആഡ് ചെയ്തപ്പോൾ 16. ആൻഡ് ഇവിടെ 1 ഉണ്ട്. 3 × 7 35 ആണ്, 1 ആഡ് ചെയ്തപ്പോൾ 36. 3 എഴുതുന്നു. 5 × 6 is actually 30. 30യും 3യും കൂടെ 33. ഇനി 2 × 3 6 ആണ്, 2 × 3 വീണ്ടും 6 ആണ്, 2 × 7 14 ആണ്, 1 അവിടെ ഉണ്ട്. ആൻഡ് 2 × 6 is actually 12 + 1 13. റെഡിയാണല്ലോ. ആൻഡ് 3 × 3 9 ആണ്, 3 × 3 9 ആണ്, 3 × 7 21 ആണ്, 2 ഇവിടെ ഉണ്ട്. 3 × 6 18 ആണ്, 18 + 2 is actually 20. 5 6 + 6 is actually 12. And 9 + 1 10, 10 + 6 12 is actually 22. ഇവിടെ 2 എന്ന് എഴുതുന്നു. ആൻഡ് ഇവിടെ 3 + 2 5 ആണ്, 5 + 4 9 ആണ്, 9 + 9 18 ആണ്, അത് എഴുതുന്നു. 3 + 3 6, 6 + 1 7, 7 + 1 is actually 8. ഇവിടെ 1, ഇവിടെ 2. റെഡിയാണല്ലോ. 2188,225 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. നിങ്ങൾക്കും അത് തന്നെ കിട്ടി വിചാരിക്കുന്നു. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കാരണം നിങ്ങളിവിടെ ഇനീഷ്യലി നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് 4 ഡെസിമൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. 1 എണ്ണം 2 എണ്ണം 3 4. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറിനകത്തും അത്ര തന്നെ ഡെസിമൽസ് വേണം. സോ നിങ്ങൾക്ക് 4 എണ്ണം കിട്ടുന്ന രൂപത്തിൽ 218 കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കാം. സോ ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ. എന്താ 218.8225. ഇങ്ങനെ ഒരു ഓപ്ഷൻ ക്വസ്റ്റിനകത്ത് ഉണ്ടോ? 218.88282225 ഏതാണ്? ഓപ്ഷൻ സി അല്ലേ? റെഡി ആണല്ലോ. കഴിഞ്ഞ ക്വസ്റ്റിന്റെ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ്, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ പോകാം. ക്വസ്റ്റ്യൻ ഏതാണ്? 1 ബോട്ടിൽ ഹോൾഡ് 1.25 ലിറ്റർ ഓഫ് ജ്യൂസ്. ഒരു ബോട്ടിലിനകത്ത് 1.25 ലിറ്റർ എന്തുണ്ട്? ജ്യൂസ് ഉണ്ട്. മനസ്സിലായല്ലോ. How much juice is there in 3.5 such bottles? അങ്ങനെയാണെങ്കിൽ 3.5 such bottlesനകത്ത്
എത്ര ജ്യൂസ് ഉണ്ടാകും? ഒരു ബോട്ടിലിനകത്ത് 1.25 ലിറ്റർ, 3.5 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, സാർ 3.5 ലിറ്റർ ബോട്ടിലോ? അങ്ങനെ പറ്റുമോ? ഇല്ല. അങ്ങനെ ബോട്ടിൽ പറ്റുമോ? പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഉണ്ട് വിചാരിച്ചോ, ഒരു വലിയ ബോട്ടിൽ, വീണ്ടും ഒരു വലിയ ബോട്ടിൽ, വീണ്ടും ഒരു വലിയ ബോട്ടിൽ, പിന്നെ അയാളുടെ ഒരു കുട്ടി, ഇപ്പോഴല്ലേ 3 ബോട്ടിലും ആ ബോട്ടിലെ ഹാഫ് സൈസിൽ വേറെ ബോട്ടിലും. ഇപ്പോൾ 3.5 ആയല്ലോ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഉള്ളവർക്ക് അത് സോൾവ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ആക്കി നോക്കാം. 1 ബോട്ടിൽ ഹോൾഡ് 1.25 ലിറ്റർ. ഒന്നിനകത്ത് 1.25 ആണ്. അപ്പോൾ ഇതിനകത്ത് 1.25 ഉണ്ടാവും, ഇതിനകത്ത് 1.25 ഉണ്ടാവും. ആൻഡ് ഇതിനകത്ത് 1.25ന്റെ പകുതി ആയിരിക്കുമല്ലോ കൊള്ളുന്നത്. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി 1.25നെ 3.5 കൊണ്ട് ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടും. റെഡി ആണല്ലോ? അങ്ങനെയാണല്ലോ അപ്പുറത്തെ പേജ് എടുക്കാം, എന്നിട്ട് എഴുതി നോക്കാം. 1.25 ഇൻറ്റു 3.5 എന്ത് ചെയ്യണം? ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനൽ ആൻസറിന് ക്വസ്റ്റിനകത്ത് ഇനീഷ്യലി എത്ര ഡെസിമൽസ് ഉണ്ടായിരുന്നു അത്തരം ഡെസിമൽസ് ഇട്ട് കൊടുക്കുക. റെഡിയാണോ? അങ്ങനെയാണില്ല. 125 125 ഇൻറ്റു 35 ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാം. സോ 5 ഇൻറ്റു 5 എന്താണ്? 25 ആണ്. 5 ഇൻറ്റു 2 എന്താണ്? 10 പ്ലസ് 2 ആണ്, 12 ആണ്. അടുത്ത് 5 ഇൻറ്റു 1 6, 3 ഇൻറ്റു 5 15, 3 ഇൻറ്റു 2 6ഉം 1ഉം 7, ആൻഡ് 3 ഇൻറ്റു 1 3. 5 പ്ലസ് 2 7, 6 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 13, ആൻഡ് ഇവിടെ 4. സോ ഫൈനൽ ആൻസർ 4375 എന്ന് കിട്ടി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഇനീഷ്യലി 3 ഡെസിമൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. 1 2 3. അപ്പോൾ നിങ്ങളുടെ ആൻസറിനകത്തും അത്രയും ഡെസിമൽ പോയിന്റ്സ് വേണം. സോ 4.375 എന്നായിരിക്കും നിങ്ങളുടെ ആൻസർ. എന്താണ്? 4.375. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകണം. 4.375 റെഡി അല്ലേ? ഓപ്ഷൻ എ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാം, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. 1 ലിറ്റർ ഓഫ് പെയിന്റ് കവേഴ്സ് 12.5 സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് വാൾ. 1 ലിറ്റർ പെയിന്റ് കൊണ്ട് നിങ്ങൾക്ക് 12.5 സ്ക്വയർ മീറ്റർ അത്രയും ഒരു വാളിന്റെ അത്രയും ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. 12.5 മീറ്റർ സ്ക്വയർ എന്നാണ് ഉദ്ദേശിച്ചത്. മീറ്റർ സ്ക്വയർ എന്താണ്? 12.5 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആക്ച്വലി എന്താണ്? നിങ്ങളുടെ ഏരിയയുടെ യൂണിറ്റ് ആണ്. സോ നിങ്ങൾക്ക് 1 ലിറ്റർ പെയിന്റ് കൊണ്ട് 12.5 മീറ്റർ സ്ക്വയർ വാളിന്റെ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഹൗ മച്ച് ഏരിയ ക്യാൻ ബി കവേർഡ് വിത്ത് 3.2 ലിറ്റർ ഓഫ് പെയിന്റ്? അങ്ങനെയാണെങ്കിൽ 3.2 ലിറ്റർ പെയിന്റ് കൊണ്ട് എത്ര ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പറ്റും? എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. 1ന് 12.5 ആണെങ്കിൽ 3.2ക്ക് എന്താടാ? 12.5ന്റെ 3.2 ടൈംസ് ആണല്ലോ. വിച്ച് മീൻസ് 12.5 ഇൻറ്റു 3.2. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത സ്ഥിതിക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടി പറ്റണം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. 12.5 ഇൻറ്റു 3.2 ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കിട്ടും. സോ ചെയ്തു നോക്കാം. 12.5 ഇൻറ്റു 3.2 ഡെസിമൽ ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നോർമലി എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നു. സോ 125 ഇൻറ്റു 32 ചെയ്യുന്നു. 5 ഇൻറ്റു 2 ഈസ് ആക്ച്വലി 10. 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഈസ് ആക്ച്വലി 5. ഇവിടെ 2 ഉണ്ട്. 3 ഇൻറ്റു 5 15 ആണ്. 3 ഇൻറ്റു 2 6 ആണ്. 6ഉം 1ഉം 7. 3 ഇൻറ്റു 1 3. അങ്ങനെയാണെങ്കിൽ 0. 5 പ്ലസ് 5 ഈസ് ഈക്വൽ 10. ഇവിടെ വന്നു പോയി. 7 2 1 9 ആണ്. 9 പ്ലസ് 1 ഈസ് ആക്ച്വലി 10. ആൻഡ് അടുത്തത് 4 ആണ്. 4000 എന്ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞോ? ഇല്ല. നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ്, ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ്, ടോട്ടൽ 2 ഡെസിമൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസറിനകത്തും ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ആൾക്കാർ വേണം. സോ 40.00 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, 40.00 is actually equal to 40 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എന്ന് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഓടാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. എ കാർ covers 89.1 kilometer on 5.4 liter of petrol. 5.4 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ 89.1 കിലോമീറ്റർ ഒരു കാറിന് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ട്രാവലിംഗ് അറ്റ് ദ സെയിം എഫിഷ്യൻസി, ഹൗ ഫാർ ഡസ് ഇറ്റ് ഗോ ഓൺ 1 ലിറ്റർ ഓഫ് പെട്രോൾ? അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ പെട്രോളിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചത്. സോ ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെയല്ല, ഇത് റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നേരത്തെ 1 ലിറ്റർ ഉണ്ടെങ്കിൽ 3 ലിറ്റർ അങ്ങനെയല്ല ചോദിച്ചത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്ത് 1 ലിറ്റർ പെയിന്റ് കൊണ്ട്
12.5 നമുക്ക് എന്ത് ചെയ്യാം, പെയിന്റ് അടിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3.2 കൊണ്ട് എത്ര? ഓക്കെ, 1 നിന്ന് 3.2 പോയി. ഇത്തവണ 5.4 നിന്ന് ബാക്കിലോട്ട് വരണം, 1 അപ്പൊ എന്താ റിവേഴ്സ്, എന്താ മൾട്ടിപ്ലിക്കേഷന്റെ റിവേഴ്സ് എന്താ, ഡിവിഷൻ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ 5.4 ലിറ്ററില് 89.1 കിലോമീറ്റർ ക്വസ്റ്റിനകത്ത് ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിലെ എത്രയാ, ഇതാണല്ലോ ക്വസ്റ്റ്യൻ. സോ 5.4 ലിറ്ററിലെ 89.1 ആണെങ്കിൽ 1 ലിറ്റർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, 5.4നെ 5.4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലിറ്റർ എന്ന് കിട്ടില്ലേ. വിച്ച് മീൻസ് നിങ്ങൾ ലെഫ്റ്റിൽ 5.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലെഫ്റ്റിൽ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതേ നമ്പർ കൊണ്ട് റൈറ്റിലും ഡിവൈഡ് ചെയ്യണം. ഇനി ആർക്കെങ്കിലും മനസ്സിലാവും ബാക്കിയുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞു തന്നിട്ട് തിരിച്ചു വരാം. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 100 Rs. 100 രൂപക്ക് നിങ്ങൾക്ക് 200 മിഠായി, വിച്ച് മീൻ 200 സ്വീറ്റ്സ് കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, 1 രൂപക്ക് എത്ര മിഠായി കിട്ടും ചേട്ടാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2 മിഠായി. അങ്ങനെയാണല്ലോ. 100ന് 200 ആണെങ്കിൽ 1 രൂപക്ക് 2 മിഠായി. അങ്ങനെയാണല്ലോ 100 രൂപക്ക് 200 മിഠായി കിട്ടുന്നത്. റെഡി ആണല്ലോ. ആക്ച്വലി ഇത് മാത്തമാറ്റിക്സിൽ എങ്ങനെ വരുന്നത്, നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? 100 രൂപക്ക് 200 മിഠായി കിട്ടുന്നുണ്ടെങ്കിൽ 1 രൂപക്ക് 2 മിഠായി കിട്ടുമെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? നിങ്ങൾ ചെയ്തത് 100 Rs ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്തു. ആൻഡ് ലെഫ്റ്റിൽ നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റൈറ്റിൽ 200നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റെഡി ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? 100 Rs ഡിവൈഡ് ബൈ 100 ഏതൊരു നമ്പറും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്താ? 1 ആണ്. സോ 1 രൂപക്ക് നിങ്ങൾക്ക് 2 സ്വീറ്റ്സ് കിട്ടും. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. സെയിം ലോജിക് ഇവിടെ അപ്ലൈ വേണ്ടി പോവാണ്. 5 ലിറ്ററിന് 89.1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ലിറ്ററിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെയും 5.4 ലിറ്റർ കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, അല്ല 5.4 കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലും 5.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റെഡിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 ലിറ്ററിൽ 89 ഡിവൈഡഡ് ബൈ 5.4 കിലോമീറ്റർ. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്. സോ 89.1 ഡിവൈഡഡ് ബൈ 5.4. റെഡി ആണല്ലോ. ആണ്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എങ്കിലും ഡൗട്ട് ഉണ്ടാവും. കാരണം എന്താ? ഡെസിമൽ ഡിവിഷൻ അറിയില്ല. സോ ഡെസിമൽ ഡിവിഷൻ ഇത്രയൊന്നുമില്ല. നിങ്ങൾ മാക്സിമം ക്വസ്റ്റിനകത്തുള്ള ഡെസിമൽസ് കളയാൻ വേണ്ടി ശ്രമിക്കുക. വിച്ച് മീൻസ് നിങ്ങളുടെ ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 89.1 ഡിവൈഡ് ബൈ 5.4 ഇക്വലന്റ് ഫ്രാക്ഷൻ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 89.1 ഡിവൈഡ് ബൈ 5.4 താഴെ മുകളിലും ഞാൻ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഞാൻ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എനിക്ക് എന്ത് കിട്ടുന്നു? 891 ഡിവൈഡ് ബൈ 54. ക്ലിയർ ആണല്ലോ. എങ്ങനെ വന്നതെന്ന് ക്ലിയർ ആണല്ലോ. താഴെ മുകളിലും സെയിം നമ്പർ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് ഡിവൈഡും ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 891 പെട്ടിക്കകത്താക്കിയിട്ട് പുറത്ത് 54 വെക്കാം. റെഡിയാണല്ലോ. ഇനി നിങ്ങൾ എങ്ങനെയാണോ ഡിവിഷൻ ചെയ്യുന്നത് അതുപോലെ ഡിവിഷൻ ചെയ്യാം. സോ 89 എത്ര 54 ഉണ്ട്? ഒരെണ്ണാണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. സോ ഞാൻ എന്ത് എഴുതുന്നു? ഇവിടെ 54 എന്ന് എഴുതുന്നു. 9ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി 5 ആണ്. ആൻഡ് 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ അതെന്താണ്? 3 ആണ്. ആൻഡ് അടുത്ത നമ്പറിനെ താഴോട്ട് വലിക്കുന്നു. സോ 351നകത്ത് എത്ര 54 ഉണ്ട്? 3 ആയിരിക്കും. 6 ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കാം. 54 into 6 6 into 4 is equal to 24 ആണ്. 2 എന്ന് വെച്ചു. 5 into 6 30. 324 എന്ന് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ 6 എന്ന് എഴുതാം. ഇവിടെ 324 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 11ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആക്ച്വലി എന്താണ്? 7 ആണല്ലോ. ആൻഡ് 5ൽ നിന്ന് ഓൾറെഡി നേരത്തെ ഒരു 1 കൊടുത്തു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 4 ആണ്. 4 minus 2 is actually 2. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് 27 റിമൈൻഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ക്വോഷ്യന്റ് 16 ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ്? ഇനി
നമ്പേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കണം, പകരം നിങ്ങൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. സോ 54ഉം 270 ഉണ്ട്. ആൻഡ് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് ആൻസർ വരും, 16.5 എന്നായിരിക്കും. നോക്കാം. സോ നിങ്ങൾ 54നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 270 എന്ന് കിട്ടും. സോ 270 എത്ര 54 ഉണ്ട്, 5 ടൈംസ്. സോ 270 00. റെഡി ആണല്ലോ? എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ചെയ്തത്, ആദ്യം ഡെസിമൽ കളഞ്ഞു, ഡെസിമൽ കളഞ്ഞാൽ നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു, താഴെ മുകളിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. എന്തിനാണ്? ഡെസിമൽ കളയാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഡിവിഷൻ ചെയ്യുന്നത് അതുപോലെ ചെയ്തു. ആൻഡ് നമ്മൾ റിമൈൻഡറിൽ എത്തിയപ്പോൾ സ്റ്റക്കായി. സോ നമ്മൾ സ്റ്റക്കായ സമയത്ത് മുകളിൽ ഒരു ഡെസിമൽ ഇട്ട് കൊടുത്തിട്ട് ആ ഡെസിമൽ ഇട്ട് കൊടുത്തതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, താഴെ ഒരു 0 കൊടുത്തു. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 270 എത്ര 54 ഉണ്ട്, 5 ടൈംസ് ആണ്. സോ നിങ്ങളുടെ ആൻസർ എന്താ വന്നത്, 16.5 ആണ് നിങ്ങളുടെ ആൻസർ വന്നത്. ഓപ്ഷനകത്ത് അതുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻ, ഓപ്ഷൻ എ 16.5 കിലോമീറ്റർ. സോ എനിക്ക് തോന്നുന്നു ഇതാണ് മിക്കവാറും നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എ കാർ ട്രാവൽ 225 കിലോമീറ്റർ യൂസിങ് 12.5 ലിറ്റർ ഓഫ് ഫ്യൂവൽ. 12.5 ലിറ്റർ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് 225 കിലോമീറ്റർ ഒരു കാർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. ഹൗ ഫാർ ക്യാൻ ദ കാർ ട്രാവൽ യൂസിങ് 20 ലിറ്റർ ഓഫ് ഫ്യൂവൽ. അങ്ങനെയാണെങ്കിൽ 20 ലിറ്റർ ഫ്യൂവൽ ഉപയോഗിച്ചിട്ട് കാറിന് എത്ര ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും, അസ്യൂമിങ് ദ സെയിം ഫ്യൂവൽ എഫിഷ്യൻസി. അപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി നോക്കാലോ. 225 കിലോമീറ്റർ വിത്ത് 12.5 ലിറ്റർ ഓഫ് ഫ്യൂവൽ. റെഡി ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട. 225 ആദ്യം നിങ്ങൾ 1 കിലോമീറ്റർ അല്ല 1 ലിറ്റർ കൊണ്ട് എത്ര കിലോമീറ്റർ പോകാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ? 12.5 ലിറ്റർ കൊണ്ട് ഞാൻ ഇതിനൊന്ന് റിവേഴ്സ് ആക്കി എഴുതുന്നു, 225 കിലോമീറ്റർ കിട്ടുന്നു. ഓക്കെ ആണല്ലോ? 12.5 ലിറ്ററിൽ 225 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും അത് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് 1 ലിറ്ററിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 20 ലിറ്ററിൽ എത്ര കിലോമീറ്റർ പോകാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത പേജ് എടുക്കണം. ഓക്കെ, സോ അടുത്ത പേജ് ഇതാണ്. അപ്പോൾ നിങ്ങൾ 12.5 225 കിലോമീറ്റർ, 12.5 ലിറ്ററിൽ 225 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 12.5 മാറ്റിയിട്ട് 1 ലിറ്ററിനകത്ത് എത്ര കിലോമീറ്റർ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും 12.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12.5 ലിറ്റർ ഡിവൈഡഡ് ബൈ 12.5 എന്തായിരിക്കും, 225 ഡിവൈഡഡ് ബൈ 12.5 കിലോമീറ്റർ. സോ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ 1 ലിറ്റർ ഈസ് എന്താണ്, 225 ഡിവൈഡഡ് ബൈ 12.5 കിലോമീറ്റർ. റെഡിയാണല്ലോ? ഇനി 20 ലിറ്റർ ആണല്ലോ ക്വസ്റ്റൻ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 20 കൊണ്ട് വീണ്ടും രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 20 ഇൻറ്റു 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 225 ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 20 കിലോമീറ്റർ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പേജിൽ എനിക്ക് എന്ത് എഴുതാം, 20 ഇൻറ്റു 1 ലിറ്റർ ഈസ് ആക്ച്വലി 20 ലിറ്റർ ആണ്. 20 ലിറ്ററിൽ എനിക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് 225 ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 20 ആണല്ലോ. ഞാൻ ചെറിയൊരു തരികട ഒപ്പിക്കുന്നുണ്ട്. എന്താ, 225 ഡിവൈഡഡ് ബൈ 12.5നെ ഞാൻ കുറച്ചും കൂടെ ഈസി ആയി ഡിവൈഡ് ചെയ്യാൻ 25 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നു. ആൻഡ് ഇൻറ്റു 20 ഇവിടെയും എഴുതുന്നു. ഓക്കെ ആണല്ലോ? 12.5നെ 25 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതി, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് 20 ലിറ്ററിനെ വീണ്ടും 225 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു മുകളിൽ E2. അതെങ്ങനെ, താഴെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ? സോ E2 മുകളിലോട്ട് പോകും. ഇനി ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്ത്, എനിക്ക് വേണമെങ്കിൽ ഈ 20നും 25നും കട്ട് ചെയ്തിട്ടാ ഇവിടെ 5 എന്നും ഇവിടെ എനിക്ക് 4 എന്നും വയ്ക്കാം. ആൻഡ് 225 ഡിവൈഡഡ് ബൈ 5 എന്താണ് ആക്ച്വലി, അത് 9 ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, നോക്കട്ടെ, 225 ഡിവൈഡഡ് ബൈ 5 അങ്ങനെയാണെങ്കിൽ 200 ഡബിൾ ഈസ് ആക്ച്വലി 400. 400ഉം
200 is actually 400, 25 is actually 50, ടോട്ടൽ 450, അങ്ങനെയാണെങ്കിൽ 45. നിങ്ങൾക്ക് 225 5 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 എന്നായിരിക്കും ആൻസർ വരുന്നത്. സോ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും 20 ലിറ്ററിലെ 45 ഇൻറ്റു 4 ഇൻറ്റു 2. 45 ഇൻറ്റു 2 എന്താണ് 90 ഇൻറ്റു 4 എന്താണ് ഇറ്റ്സ് ആക്ച്വലി 360. ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ആൻസറിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, എന്നിട്ട് മുന്നോട്ട് പോകാം. സോ ഒന്നുമില്ല, നമ്മൾ ആദ്യം 12.5 ലിറ്ററിനകത്ത് 225 കിലോമീറ്റർ പോകാൻ വേണ്ടി പറ്റുമെന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 1 ലിറ്ററിനകത്ത് എത്ര പോകാൻ വേണ്ടി പറ്റുമെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് 1 ലിറ്ററിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫൈനൽ ആൻസർ 360 എന്ന് കിട്ടി. മൾട്ടിപ്ലിക്കേഷനകത്തും ഡിവിഷനകത്തും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ കാണാം. ഇവിടെ ഞാൻ 12.5നെ 25/2 എന്നാക്കി. എന്തിന്, കുറച്ചും കൂടെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ 25/2നെ ഞാൻ ഈ 2 ഉണ്ടല്ലോ, 2 മുകളിലോട്ട് പോകും, ഇവിടെ 2 എന്ന് എഴുതി. ആൻഡ് ബാക്കിയെല്ലാം ഞാൻ നോർമൽ ഡിവിഷൻ ആണ് ചെയ്തത്. 25നും 20നും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മുകളിൽ 4 താഴെ 5 എന്ന് വന്നു. ആൻഡ് ഇവിടെ 5 ഉണ്ട്, ഇവിടെ 225 ഉണ്ട്. ഈ 5നെയും 225നെയും ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മുകളിൽ എനിക്ക് 45 എന്ന് കിട്ടും. അപ്പോൾ റിമൈനിങ് ആയിട്ട് വന്ന ഈ 45ഉം പിന്നെ ഈ 4ഉം പിന്നെ ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ആൻസർ 360 എന്ന് കിട്ടും. റെഡി ആണല്ലോ? ആണ്. നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് പിള്ളേരാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടെ കണ്ട് നോക്കുക. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ഡെസിമൽ എന്ന സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ, ഡെസിമൽ ഡിവിഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കമന്റ് ബോക്സിനകത്ത് ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരികയാണെങ്കിൽ അഡ്മിനോട് പറഞ്ഞാൽ മതി, ഞാൻ അവിടെയും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. NSMCക്ക് രജിസ്റ്റർ ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് ലാസ്റ്റ് മിനിറ്റിനകത്തോട്ട് വെക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് മിനിറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചില പ്രശ്നങ്ങളൊക്കെ വരാൻ വേണ്ടി ചിലപ്പോൾ സാധ്യത ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഫസ്റ്റ് തന്നെ കറക്റ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല റിവാർഡും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസൊക്കെ അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. സോ അത്രേ ഉള്ളൂ ഇന്നേക്ക്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സെഷൻ കൊണ്ട് കാണുന്നത് വരെ ബൈ.